ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലെ റിസർച്ച് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കുള്ള PSC പരീക്ഷയുടെ കൺഫർമേഷൻ നൽകുവാനുള്ള മെസ്സേജ് ഇന്ന് മാർച്ച് 22-ന് അല്പസമയം മുമ്പ് വന്നിരിക്കുകയാണ്. നാളെ 23 മാർച്ച് മുതൽ ഏപ്രിൽ 11 വരെ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ നിന്ന് കൺഫർമേഷൻ നൽകുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിലബസ് എന്ന് വരും. സാധാരണ PSCയുടെ രീതിയിൽ എന്നാണോ കൺഫർമേഷൻ വരുന്നത് ആ ഒരു ദിവസമോ തൊട്ടടുത്ത ദിവസമോ സിലബസ് വരേണ്ടതാണ്. ഒരുപാട് വൈകി സിലബസ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. മാർച്ച് 24 തന്നെ സിലബസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പഴയ സിലബസ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർക്കുക, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഒരുപക്ഷെ സിലബസിൽ ഉണ്ടായേക്കാം. ഇനി എക്സാം നടക്കാനുള്ള ചാൻസ് ഏത് മാസമാണെന്ന് ഒത്തിരി പേര് ചോദിച്ചിരുന്നു. കൺഫർമേഷൻ മാർച്ചിൽ തന്നെ വന്നതുകൊണ്ട് ജൂണിൽ തന്നെ എക്സാം ഉണ്ടാവാനാണ് ഏറ്റവും സാധ്യത കൂടുതലുള്ളത്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, കൺഫർമേഷൻ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ കൺഫർമേഷൻ നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം കൺഫർമേഷൻ കൊടുക്കുവാൻ നിങ്ങൾ മറന്നു പോയേക്കാനുള്ള സാധ്യതകളുണ്ട്. ഒത്തിരി പേർക്ക് ഈ ഒരു കൺഫർമേഷൻ കൊടുക്കാൻ മറന്നതിലൂടെ ഒത്തിരി അവസരങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് കൺഫർമേഷൻ നൽകുവാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ നൽകുക. അവസാന നിമിഷത്തേക്ക് നിങ്ങൾ അത് നീട്ടി വെക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഈ ഒരു 2 മാസം നിങ്ങൾ ഏറ്റവും നന്നായിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയൊരു ഉയർച്ചയ്ക്ക് തന്നെ അത് കാരണമാകും. ഈ ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടി നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ നിലവിൽ റിസർച്ച് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് 4 ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ബാച്ചുകളുടെ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ബാച്ചിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ ജോയിൻ ആവാം. കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക്, വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുന്നതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.